Hi friends, welcome back to another tutorial video. ഞാൻ മുഹമ്മദ് ഇക്ബാൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഇതാണ് ആ പടം. ഇത് ഞാൻ അപ്ലോഡ് ചെയ്തത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നാപ്സീഡിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ചില സുഹൃത്തുക്കൾ മെസ്സേജ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ പൂച്ചയുടെ രോമൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്, അതും സ്നാപ്സീഡിൽ. ഇത് സ്നാപ്സീഡിലൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. ഞാൻ എങ്ങനെയാണ് ആ ഫോട്ടോ എഡിറ്റ് ചെയ്തത് എന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ഇമേജിനെ ക്രോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള ഫോട്ടോ ആയതുകൊണ്ട് ഒരു 4:5 നമുക്ക് ഇതിനെ ക്രോപ്പ് ചെയ്യാം. ആ കണ്ണൊക്കെ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്രോപ്പ് ചെയ്തതിനെ നമുക്ക് സേവ് ചെയ്യാം. ഇതേ ഇമേജിനെ സേവ് ചെയ്യാം. ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യണം. കാരണം ഇതേ ഒരു ഇമേജ് ബ്ലർ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതുകൊണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലർ ചെയ്യലാണ്. അതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഹീലിംഗ് ടൂളിൽ പോയിട്ട് ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ ഹീൽ ചെയ്ത് കളയാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ക്രിയേറ്റ് ആകണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൂളിൽ പോയിട്ട് ബ്ലർ ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം. ജസ്റ്റ് ആ പൂച്ച ഇരുന്നിരുന്ന അതേ സ്ഥലത്ത് ഫോക്കസ് പോയിൻ്റ് കൊണ്ടുവച്ചതിന് ശേഷം ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബ്ലർ ചെയ്താൽ മതി. ഇനി നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. ഒപ്പാസിറ്റി മുഴുവനായിട്ട് കൂട്ടുക. ഓക്കെ, ഇനി വ്യൂ എഡിറ്റിൽ പോയതിന് ശേഷം നമുക്ക് ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇമേജ് വിസിബിൾ അല്ല. ഈ താഴെ കാണുന്ന ഇൻവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വിസിബിൾ ആവും. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ വിസിബിൾ ആയതിനു ശേഷം നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ റേസ് ചെയ്ത് കളയാറാണ് പതിവ്. പക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ടെക്നിക്കല്ല, ആ ഒരു മെത്തേഡിലല്ല ചെയ്യുന്നത്. നമ്മൾ ഏത് ഒബ്ജക്റ്റാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു ഒബ്ജക്റ്റിനെ എറേസ് ചെയ്തതിന് ശേഷം ഇൻവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എറേസ് ചെയ്ത ഭാഗം വിസിബിളായിട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് വിസിബിളാണ്. എന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റിനെ എറേസ് ചെയ്ത് കളയാം. ഒബ്ജക്റ്റിനെ മാത്രം എറേസ് ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ടച്ച് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാവും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടില്ല എന്ന്. കാരണം ബാക്ക്ഗ്രൗണ്ടിലേക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് കടക്കാതെ നമുക്ക് ഇതിൽ എറേസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവും നമുക്ക് ഏതൊക്കെ ഭാഗം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണോ ഇതുപോലെ എറേസ് ചെയ്യാം. നമുക്ക് പരമാവധി ആ ഒരു ചെറിയൊരു ലൈൻ അവിടെ നിലനിർത്തിക്കൊണ്ട് ഇതുപോലെ എറേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ മീശ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ അങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ അതൊന്നും കട്ട് ചെയ്യാൻ നിൽക്കണ്ട. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അതൊക്കെ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പരമാവധി കഴിയുന്നത്ര ഒന്ന് നമ്മൾ എത്രത്തോളം പെർഫെക്ഷൻ ആക്കാൻ പറ്റുമോ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ചുറ്റുഭാഗം ഒരു ലൈനിൻ്റെ രൂപത്തിൽ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എന്ന്. ഇനി ഇൻവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എറേസ് ചെയ്ത ആ ഭാഗം വിസിബിളായി വരികയും വിസിബിളായി നിന്നിരുന്ന ഭാഗം എറേസായി പോവുകയും ചെയ്യും. കണ്ടോ, ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ടൂളിൽ പോയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേ ഇമേജ് ആഡ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ആ ഒരു മീശയൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. ഇതേ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ഒപ്പാസിറ്റി ഫുള്ള് കൂട്ടാതെ ഒരു ലേശം കുറച്ച് കൂട്ടുക.
പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബ്ലെൻഡിങ് മോഡ് ലൈറ്റിലേക്ക് ഇടുക. ബ്ലെൻഡിങ് മോഡ് ലൈറ്റ്, അതായത് പല ഫോട്ടോയ്ക്കും പല രീതിയിലായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അത് ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് വ്യൂ എഡിറ്റിൽ പോയിട്ട് ഇപ്പോൾ ആഡ് ചെയ്ത ഡബിൾ എക്സ്പോഷറിൽ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് സൂം ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം, നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ ഒരു മീശയുടെ ഭാഗമാണ് നമുക്ക് വേണ്ടത്, അവിടെ മാത്രം ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡബിൾ എക്സ്പോഷർ കൂട്ടിയിട്ട് അണ്ടറിലിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് വെക്കണ്ടോ, ആ ഒരു മീശ അവിടെ എനാബിളായിട്ട് വന്നിട്ടുണ്ട്, വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടും ആഡ് ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ മീശ മാത്രം വരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ടും കൂടി കൂട്ടിയിട്ട് വരക്കാം. ഇനി അഥവാ ഇത് മനസ്സിലാവുന്ന ഭാഗം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയണ്ടോ, അതൊന്നും മനസ്സിലാവുന്നില്ല, ബ്ലർ ചെയ്ത പോലെ തന്നെയാണ് നിൽക്കുന്നത്. അതവിടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ അവിടെ വരുന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ വീതം കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം ഇല്ല, അവിടെ വരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നുകൂടെ പോയതിന് ശേഷം ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ, മനസ്സിലാവാത്ത രീതിയിൽ ഒന്നുകൂടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ, ആ കറക്റ്റ് ആ മീശയൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്. ആക്ച്വലി അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് കൂടെ ആഡ് ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് രണ്ടും ഒരേ കളറിൽ ആയതുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അല്ലറ ചില്ലറ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നടത്തിയതിന് ശേഷം നമുക്ക് എങ്ങനെ ഇരിക്കും ഈ ഒരു പിക്ക് ഉണ്ടാവുക എന്ന് നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ആദ്യത്തെ പിക്ക്. എഡിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ ആ ഫോട്ടോ ചെയ്തെടുത്തത്. ഇത് എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഈ ഒരു ഫോട്ടോ മാത്രമേ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. മറ്റുള്ള കളറിന് വ്യത്യാസം സംഭവിക്കുമ്പോൾ മിക്കവാറും ആ ബ്ലെൻഡിങ് മോഡ് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല, കാരണം ആ പൂച്ചയുടെ രോമം കുറച്ച് വൈറ്റാണ്, ബാക്കിയുള്ള ഭാഗം കുറച്ച് ഡാർക്ക് ആയതുകൊണ്ടായിരിക്കും ആ ലൈറ്റ് അപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഫീൽ കിട്ടിയത്. പല ഇമാജിനും പല ടൈപ്പിലായിരിക്കും ചിലപ്പോൾ അത് അപ്ലൈ ആവുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.